ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങി തട്ടിപ്പ് നടത്തുമ്പോൾ 600 രൂപ പ്രതിമാസ പെൻഷന് അർഹതയുള്ള ആയിരങ്ങൾ പദ്ധതിക്ക് പുറത്ത്. ഒരാൾ 2 പെൻഷൻ വാങ്ങരുതെന്ന പഴയ തീരുമാനം സംബന്ധിച്ച സംശയമാണ് ആശയക്കുഴപ്പത്തിന് കാരണം. 4000 രൂപ വരെയുള്ള EPF, എക്സ് ഗ്രേഷ്യ, ക്ഷേമനിധി, ബോർഡ് പെൻഷൻ ഉള്ളവർക്ക് 600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷന് അർഹതയുണ്ടെന്ന വിവരം അറിയാത്തവരാണ് ഏറെയും. പ്രതിമാസം 4000 രൂപ വരെ EPF, എക്സ് ഗ്രേഷ്യ, NBS പെൻഷൻ വാങ്ങുന്നവർക്ക് 600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷന് അർഹതയുണ്ടെന്ന് 2021 ജനുവരി 4-ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ 2017-ലെ സർക്കാർ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ ഒട്ടേറെ ഗുണഭോക്താക്കൾ 600 രൂപ ക്ഷേമ പെൻഷന് അപേക്ഷിച്ചിട്ടില്ല. ഇവരിൽ ഒട്ടേറെ പേർ അർഹമായ ക്ഷേമ പെൻഷന് അപേക്ഷിച്ചിട്ട് തന്നെയില്ല. മാസം 4000 രൂപ വരെ EPF പെൻഷൻ ലഭിക്കുന്നവർക്ക് അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി സാമൂഹ്യക്ഷേമ പെൻഷനോ ക്ഷേമനിധി, ബോർഡ് പെൻഷനോ ലഭിക്കാൻ അർഹതയുണ്ട്. 4000 രൂപയ്ക്ക് മുകളിൽ EPF പെൻഷൻ ലഭിക്കുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 600 രൂപ ലഭിക്കും. മാസം 4000 രൂപ വരെ എക്സ് ഗ്രേഷ്യ പെൻഷൻ, NBS പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി, ബോർഡ് പെൻഷനോ 600 രൂപ നിരക്കിൽ ലഭിക്കാൻ അർഹതയുണ്ട്. 10 വർഷത്തിൽ താഴെ KSRTCയിൽ ജോലി ചെയ്ത് വിരമിച്ച എക്സ് ഗ്രേഷ്യ പെൻഷൻകാർക്ക് ഒരു മാസം ലഭിക്കുന്നത് 1350 രൂപ മാത്രമാണ്. ഇവർക്കും 600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങാൻ അർഹതയുണ്ട്. നാളെ ഡിസംബർ 17-ന് കേരളം 1225 കോടി രൂപ കൂടി കടമെടുക്കുന്നു. RBIയുടെ കോർ ബാങ്കിംഗ് സംവിധാനമായ ഇ-കുബേർ സംവിധാനം വഴിയാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുന്നത്. ജീവനക്കാർക്കുള്ള ശമ്പളം, ക്ഷേമ പെൻഷൻ, മറ്റ് ചെലവുകൾ എന്നിവയ്ക്കായാണ് കടമെടുക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ക്രിസ്മസിന് മുമ്പ് തന്നെ എല്ലാവരുടെ കൈകളിലേക്കും പെൻഷൻ എത്തിച്ചേരുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.